ഇന്ത്യൻ T20 ടീമിന്റെ ഇപ്പോഴത്തെ ഘടനയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പരിതാപകരമല്ല എങ്കിലും പഴയ വീര്യം പ്രകടമല്ല എന്ന വാദമാണ് ഉയർന്നിരിക്കുന്നത്. പ്രധാന താരങ്ങളുടെ ഫോമില്ലായ്മയും സഞ്ജു അടക്കം പ്രതിഭയുള്ളവരെ പുറത്തിരുത്തിയതും മാനേജ്മെന്റ് കാണിക്കുന്ന വലിയ മണ്ടത്തരങ്ങളാണ്. ഇന്ത്യൻ ടീമിന് മുന്നിലുള്ള അടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി ICC T20 ലോകകപ്പാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ടൂർണമെന്റിൽ കിരീടം നിലനിർത്തുകയെന്ന വലിയ അഗ്നിപരീക്ഷയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയ T20 ലോകകപ്പ് സ്വന്തം മണ്ണിൽ നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ലോക ചാമ്പ്യന്മാരായെങ്കിലും ഇല്ല എങ്കിലും ടൂർണമെന്റിന് ശേഷം ചില മാറ്റങ്ങൾ ഉറപ്പായും ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം. നിലവിൽ ടീമിന്റെ ഭാഗമല്ലാത്ത ചിലർക്ക് അപ്രതീക്ഷിത വിളികളും എത്തിയേക്കാം. T20 ടീമിന്റെ ഭാഗമായി മാറാൻ സാധ്യതയുള്ള പുതിയ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാവുന്ന താരങ്ങൾ മധ്യനിരയിലെ സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യർ, അഗ്രസീവ് ബാറ്ററും ഓപ്പണറുമായ യശസ്വി ജയ്സ്വാൾ, കൗമാര ബാറ്റിംഗ് സെൻസേഷനും ഓപ്പണറുമായ വൈഭവ് സൂര്യവംശി, വിക്കറ്റ് കീപ്പർമാരായ ഇഷാൻ കിഷൻ, ധ്രുവ് ജുറൈൽ എന്നിവരാണ്. നിലവിലെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കരിയർ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. നായകസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തുപോയേനെ. ക്യാപ്റ്റൻസിയുടെ പേരിൽ മാത്രം T20 ടീമിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങുകയാണ് സൂര്യകുമാർ യാദവ്. 36-ാം വയസ്സിലേക്ക് കടക്കുന്ന സൂര്യയെ അടുത്ത ലോകകപ്പിന് ശേഷം ടീമിൽ നിന്ന് പുറത്താക്കിയേക്കും. പകരം ഈ റോളിൽ വന്നേക്കുക ശ്രേയസ് അയ്യരായിരിക്കും. നിലവിൽ ദേശീയ ടീമിന്റെ ഭാഗമല്ല എങ്കിലും IPL-ൽ തകർപ്പൻ ഫോമിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ വീണ്ടും ഒരു അവസരം ശ്രേയസ് അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. നായകസ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചാൽ അത്ഭുതപ്പെടാനില്ല. നിലവിലെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിന് നായകന്റെ റോളിലേക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. T20 ഫോർമാറ്റിൽ അത്രമാത്രം പരിതാപകരമാണ് ഗില്ലിന്റെ പ്രകടനം. ഈ വർഷം T20-യിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഗില്ലിന്റെ പേരിലില്ല. സൂര്യയെപ്പോലെ ലീഡർഷിപ്പിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം സ്ഥാനം നിലനിർത്തുന്നയാളാണ് ഗില്ല. T20 ലോകകപ്പിലും ഈയൊരു പ്രകടനം തുടർന്നാൽ ടൂർണമെന്റിന് ശേഷം ഗില്ല ഒഴിവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പകരം ഈ റോളിലേക്ക് വരിക വൈഭവോ ജയ്സ്വാളോ ആയിരിക്കും. 2028-ലെ അടുത്ത T20 ലോകകപ്പിൽ ടീമിന്റെ ഓപ്പണിംഗ് റോളിൽ ഇതിലൊരാളെ പ്രതീക്ഷിക്കാം. അഭിഷേക് ശർമ്മയുടെ ഫോമിൽ വലിയ ഇടിവുണ്ടായാൽ മാത്രമേ രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കുകയുള്ളൂ. വയസ്സ് 14 മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ബാറ്റർ എന്ന നിലയിൽ പ്രായത്തിൽ കവിഞ്ഞ പ്രകടനമാണ് വൈഭവ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജൂനിയർ ടീമുകൾക്കായി വിവിധ ടൂർണമെന്റിൽ തകർപ്പൻ പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിലവിൽ ദേശീയ ടീമിൽ നിന്നും പൂർണ്ണമായി പുറത്തായി കഴിഞ്ഞ ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ വീണ്ടും തിരിച്ചു വരാനൊരുങ്ങുകയാണ്. സമാപിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹം. 10 മത്സരത്തിൽ 197.32 സ്ട്രൈക്ക് റേറ്റിൽ 2 വീതം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും അടക്കം 517 റൺസാണ് ഇഷാൻ വാരി കൂട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കീഴിൽ ജാർഖണ്ഡ് ടീം ജേതാക്കളാവുകയും ചെയ്തു. നിലവിൽ ടീമിന്റെ ഭാഗമായ സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ എന്നിവർ ലോകകപ്പിന് ശേഷം ടീമിൽ സ്ഥാനം നിലനിർത്തുമോ എന്ന കാര്യവും സംശയമാണ്. പകരം ഇഷാനോടൊപ്പം മറ്റൊരു യുവതാരമായ ധ്രുവ് ജുറൈലും വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് എത്തിയേക്കും.